അള്ളാഹിന്റെ റുബൂബിയത്ത് അംഗീകരിച്ചവരാണ്. അള്ളാഹുവാണ് റബ്ബെന്ന മുശ്രിക്കുകളും അംഗീകരിച്ചതാണ്. തെളിവുകൾ ആ സിഡിയിലുണ്ട്. നിങ്ങൾ കേൾക്കാത്തതിന് ഞാൻ ഉത്തരവാദിയല്ല. അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചവരല്ല എന്ന് ചില ആളുകൾ ഇപ്പോഴും പ്രചരിപ്പിക്കുന്നുണ്ട്. അറേബ്യൻ മുശ്രിക്കുകൾ അള്ളാഹുവിനെ അംഗീകരിച്ചിട്ടില്ല, അള്ളാഹുവിൽ അവർക്ക് വിശ്വാസമുണ്ടായിട്ടില്ല, അള്ളാഹുവിനെ അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ധാരാളം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കുമല്ലോ. ബഹുമാന്യ ശ്രോതാക്കളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, നമുക്കാരെങ്കിലും പറയുന്നതല്ലല്ലോ ദീനിലെ തെളിവ്. റബ്ബുൽ ഇസ്സത്തിന്റെ കലാമല്ലേ, വഖൈറുൽ കലാമി കലാമുല്ലാഹ്. വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ കലാമ് അല്ലാഹുവിന്റെ കലാമല്ലേ. ആ കലാമിൽ അബൂജഹൽ അടക്കമുള്ള മുശ്രിക്കുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് റബ്ബെന്താ പരിചയപ്പെടുത്തുന്നതെങ്കിൽ അതിലപ്പുറം പറയാൻ എനിക്കോ നിങ്ങൾക്കോ മറ്റാർക്കെങ്കിലോ അധികാരമില്ലല്ലോ. റബ്ബിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്. ആ റബ്ബിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്കല്ലേ അവസാനത്തെ വാക്ക്. നോക്കൂ നിങ്ങൾ, ആ രണ്ട് അഥവാ പരിശുദ്ധ ഖുർആനിൽ നിന്നും നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തിരുവചനത്തിൽ നിന്നും നമുക്ക് ഈ വിശ്വാസത്തെ ഒന്ന് പഠിക്കാം. അതാ പരിശുദ്ധ ഖുർആൻ പറയുന്നു, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് അല്ലാഹു പറയുകയാണ്, നബിയേ നിങ്ങളൊന്ന് ചോദിച്ചു നോക്കൂ, കുല്ലി മനിൽ അർദു വമൻ ഫീഹാ ഇൻ കുൻതും തഅലമൂൻ. കുൽ നബിയെ പറയുക, ലിമനിൽ അർദു, ആർക്കാണ് ഭൂമിയുടെ ഉടമാവകാശം, ആരുടേതാണ് ഭൂമി, വമൻ ഫീഹാ, ആ ഭൂമിയിലുള്ളവരും ആരുടേതാണ്, ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ ഒന്ന് പറയൂ എന്നവരോട് ചോദിക്കുന്നു. ആയത്തുകൾ എൻ്റെ ബഹുമാന്യ ശ്രോതാക്കൾ ശരിക്ക് മനസ്സിലാക്കണം. നിങ്ങളുടെ ശ്രദ്ധ അങ്ങുമിങ്ങും ആയി പോകരുത്. അല്ലാഹുവിന്റെ കലാം ഓതുമ്പോ വിശുദ്ധ ഖുർആൻ തന്നെ നമ്മളോട് പറഞ്ഞതാണ്, വഇദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിഊ ലഹു വഅൻസിതൂ ലഅല്ലകും തുർഹമൂൻ. ഓ ജനങ്ങളെ, നിങ്ങൾക്ക് റഹ്മത്ത് വേണോ, അല്ലാഹുവിങ്കൽ നിന്നുള്ള അനുഗ്രഹം ചൊരിയപ്പെടണോ, പടച്ച തമ്പുരാന്റെ ഖുർആൻ ഓതി കേൾപ്പിക്കപ്പെടുമ്പോ നിങ്ങളത് ശ്രദ്ധിച്ചു കേൾക്കണം, മൗനം പാലിക്കണം, അതിലേക്ക് വളരെ കണ്ണും കാതും കൽബും കൊടുക്കണം. അല്ലാഹു പറയുകയാണ്, അതാ റബ്ബ് സുബ്ഹാനഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ ചോദിക്കുന്നു ആ ജനങ്ങളോട്. ഏത് ജനത? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെടുന്ന അബൂജഹൽ അടക്കമുള്ള ജനത. അവർക്ക് അല്ലാഹുവിൽ വിശ്വാസമുണ്ടോ? അതാണ് നമ്മുടെ തർക്കം. വിശ്വാസമില്ല എന്നൊരു കൂട്ടർ പറയുന്നു. അവര് അല്ലാഹുവിനാണ് എല്ലാ കഴിവും എന്നവർ അംഗീകരിച്ചിട്ടില്ലെന്ന് പറയുന്നു. എല്ലാ കഴിവിന്റെയും ഉടമ അള്ളയാണെന്ന് അവർ അംഗീകരിച്ചിട്ടില്ല എന്ന് ഒരു ഭാഗം പറയുന്നു. നാം പറയുന്നു അത് ശരിയല്ല ജനങ്ങളെ. റബ്ബിന്റെ ഖുർആനിൽ അതിന് വിരുദ്ധമാണുള്ളത്. മക്കയിലെ മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ അല്ലാഹുവിനാണ് എല്ലാത്തിന്റെയും ഉടമാവകാശം എന്നാണ് വിശ്വസിച്ചത്. തെളിവെന്താ കേട്ടോ, കുല്ലിമനിൽ അർദു വമൻ ഫീഹാ, ഭൂമിയിലും ആ ഭൂമി ആർക്കുള്ളതാണ്? ആ ഭൂമിയിലുള്ളവർ മുഴുവൻ. ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റബ്ബല്ലേ ഈ പറയുന്നത്. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ, ഏതെങ്കിലും ഒന്ന് പുറത്തല്ല, ഏതെങ്കിലും ഇതിൽ നിന്നൊഴിവല്ല. ഈ ഭൂമിയിലുള്ളത് മുഴുവൻ ആരുടേതാണ് ജനങ്ങളെ? അറിയുന്നുവെങ്കിൽ പറയുക. സയഖൂലൂന ലില്ലാഹ്, അവര് പറയുന്നു അല്ലാഹുവിനുള്ളത് തന്നെ. ഖുൽ ഫലാ തദക്കറൂൻ, എങ്കിൽ ചോദിക്കൂ നബിയെ, പിന്നെന്താ നിങ്ങൾ ചിന്തിക്കാത്തത്? അപ്പൊ ഭൂമിയും ഈ ഭൂമിയിലുള്ളത് ഒന്നൊഴിയാതെ മുഴുവനും അല്ലാഹുവിന്റെ ഉടമാവകാശത്തിലാണെന്ന് മുശ്രിക്കുകൾ സമ്മതിച്ചു. അപ്പൊ ആകാശത്തിന്റെ കാര്യമോ? അതാ റബ്ബ് പറയുന്നു, ഖുൽ മർറബ്ബുസ് സമാവാതിസ് സബ്ഇ വറബ്ബുൽ അർശിൽ അദീം. നബിയെ വീണ്ടും ചോദിക്കൂ, മർറബ്ബുസ് സമാവാതിസ് സബ്ഇ, സപ്താകാശങ്ങളുടെയും ഏഴാകാശങ്ങളുടെയും അതേപോലെ തന്നെ മഹത്തായ സിംഹാസനത്തിന്റെയും ഉടമയാരാണ് ജനങ്ങളെ? ആകാശങ്ങൾ എന്ന് പറയുമ്പോൾ ഏഴാകാശങ്ങളും അതിൽ തന്നെ വമ്പിച്ച സ്ഥാനമുള്ള അർശും, ആ അർശിന്റെയും ഉടമയാരാണ്? മറുപടി എന്താണെന്ന് കേട്ടില്ലേ? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിന്റെ തന്നെ എന്നവർ മറുപടി പറയുന്നു. അപ്പൊ ഭൂമിയുടെ കാര്യം കഴിഞ്ഞു.
ആകാശങ്ങൾ മുഴുവനും കഴിഞ്ഞു, അതിലുള്ളതെല്ലാം തീർന്നില്ലേ? ഇനി അതാ അടക്കി ഒരു ചോദ്യം റബ്ബ് ചോദിക്കുകയാണ്. ഖുൽ മൻ ബിയദിഹി മലകൂതു കുല്ലി ശൈഇൻ വഹുവ യുജീറു വലാ യുജാറു അലൈഹി ഇൻ കുൻതും തഅലമൂൻ. നബിയെ ചോദിക്കൂ, മൻ ബിയദിഹി, ആരുടെ കയ്യിലാണോ മലകൂതു കുല്ലി ശൈ. ശ്രദ്ധിച്ചോ ഈമാനുള്ള മുഅ്മിനീങ്ങളെ, ഖുർആൻ അംഗീകരിക്കുന്ന ശ്രോതാക്കളെ, ചിന്തിച്ചോളൂ. കുല്ലി ശൈ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നതിൽ നിന്ന് പുറത്താണോ? മൻ ബിയദിഹി, ആരുടെ കയ്യിലാണ് മലകൂതു കുല്ലി ശൈഇൻ, എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം. എല്ലാ വസ്തുക്കളുടെയും എന്ന് പറയുമ്പോ പിന്നെ അതിൽ ഏതെങ്കിലും ഒന്ന് പുറത്തുണ്ടോ? ഇല്ലല്ലോ. എല്ലാ വസ്തുക്കളുടെയും ആധിപത്യം ആരുടെ കയ്യിലാണ്? എങ്ങനത്തെ അവനാണ് അവൻ? വഹുവ യുജീറു, അവനാണ് എല്ലാവർക്കും പരിരക്ഷ നൽകുന്നത്, അവനാണ് എല്ലാവർക്കും രക്ഷ നൽകുന്നത്. വലാ യുജാറു അലൈഹി, അവനെതിരിൽ ഒരാൾക്കും പരിരക്ഷ നൽകപ്പെടുന്നതുമല്ല. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ പറയൂ. എന്താ അതിന്റെയും മുശ്രിക്കുകളുടെ ഉത്തരം? സയഖൂലൂന ലില്ലാഹ്, അല്ലാഹുവിനെ തന്നെ എന്നവർ അവകാശപ്പെടുന്നു, അവർ പറയുകയും ചെയ്യുന്നു. ഖുൽ ഫഅന്നാ തുസ്ഹറൂൻ ബൽ ലതൈനാഹും ബിൽ ഹഖ് വഇന്നഹും ലകാദിബൂൻ. നാം അവരിൽ സത്യവുമായിട്ട് അവരെ സമീപിച്ചിരിക്കുന്നു, സത്യം അവരിലേക്ക് എത്തിയിട്ടുണ്ട്, പക്ഷേ അവരിപ്പോഴും കളവ് പറയുന്നവര് തന്നെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നു. ഞാൻ ഇവിടെ ഈ ആയത്ത് വളരെ വിശദമായി തന്നെ അതിന്റെ തഫ്സീറുകളിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ആയത്തടക്കം പരിശുദ്ധ ഖുർആനിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന ഒരു സത്യമല്ലേ സുഹൃത്തുക്കളെ? ആകാശഭൂമികളെ പടച്ചവൻ ആര്? നിങ്ങളെ പടച്ചവൻ ആര്? മുൻഗാമികളെ പടച്ചവൻ ആര്? അന്നം തരുന്നവൻ ആര്? ജീവിപ്പിക്കുന്നവൻ ആര്? മരിപ്പിക്കുന്നവൻ ആര്? കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവൻ ആര് എന്നൊക്കെ ചോദിച്ചാൽ, അതേപോലെ തന്നെ ഈ കേൾക്കാനുള്ള കാത് എന്ന ശക്തിയില്ലേ, കാണാനുള്ള ഈ കാഴ്ച ശക്തിയില്ലേ, ഇതൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്നാ കിട്ടിയത്? അഥവാ ഇതിന്റെയൊക്കെ ഒരു ഉടമയുണ്ടാകുമല്ലോ, ഇതിനെയൊക്കെ ഉടമപ്പെടുത്തിയവനും ആരാണ് എന്നിങ്ങനെ സർവ്വ കാര്യങ്ങളെ സംബന്ധിച്ചും ചോദിക്കുമ്പോ എല്ലാവരും പറഞ്ഞല്ലോ അല്ലാഹു എന്നാണല്ലോ പറഞ്ഞത്. ഇത് പരിശുദ്ധ ഖുർആനിൽ വളരെ സ്ഥിരപ്പെട്ട യാഥാർത്ഥ്യമാണ്. അല്ലാഹു അല്ലാത്തവർക്ക് സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. 5, ഇതാണ് നിങ്ങൾ പറഞ്ഞ മറ്റൊന്ന്. സ്വയം കഴിവ് വിശ്വസിച്ചിട്ടില്ല. ശരി തന്നെയാണ്, ഇപ്പോഴും ആവർത്തിക്കുന്നു. എന്താ തെളിവ്? അവിടെ പറഞ്ഞിട്ടുണ്ട് ആ CD-യിൽ. അതൊന്ന് കേട്ട് മറുപടി പറ. പിറ്റേന്ന് തന്നെ മറുപടി പറയാൻ ഹുങ്ക് നടിച്ചാ പോരാ, കേട്ട് മറുപടി പറയണം. കേട്ടിട്ട് മറുപടി പറയണം, എന്തെങ്കിലും ഒന്ന് പറയലല്ല, കേട്ടിട്ട് മറുപടി പറ. അല്ലാഹുവിന് സ്വയം കഴിവുണ്ട് എന്നവർ അംഗീകരിച്ചവരാണ്. അല്ലാഹനെ പോലെ സ്വയം കഴിവുള്ള ഒരാൾ വേറെയുണ്ടെന്നവർ വിശ്വസിച്ചിട്ടുമില്ല. അല്ലാഹുവിനാണ് എല്ലാത്തിന്റെയും നിയന്ത്രണം. ആകാശങ്ങൾ, ഭൂമി, അതിലുള്ളത് മുഴുവൻ എല്ലാവർക്കും രക്ഷ നൽകുന്നത്, എല്ലാത്തിന്റെയും ഉടമ, എല്ലാത്തിന്റെയും അധികാരം ഏറ്റെടുത്തിട്ടുള്ളവൻ ഒക്കെ എല്ലാം അല്ലാഹ് തന്നെ എന്ന് കൃത്യമായി അവർ അംഗീകരിച്ചതാണല്ലോ. നമുക്കറിയാം, തഫ്സീറുകളിൽ കാണാം. അവരെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാര് പറയുകയാണ്, മഅ്തിറാഫികും ബിഅന്ന കുല്ല ഖൈറാത്തിൻ ഫിദ്ദുനിയാ വൽ ആഖിറ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹി വഇഹ്സാനിഹി വഅ്തിറാഫികും ബിഅന്ന ഹാദിഹിൽ ഔസാന ലാ തൻഫഉ വലാ തദുറുൽ ബത്ത. അതാ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മുശ്രിക്കുകൾ, അറേബ്യൻ മുശ്രിക്കുകൾ ഈ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും എല്ലാ നന്മകളും, അഥവാ ആഖിറത്തിൽ വിശ്വസിക്കുന്ന മുശ്രിക്കിനെ സംബന്ധിച്ചിടത്തോളം അവരിൽ ആഖിറത്ത് വിശ്വസിക്കുന്നവരുമുണ്ട്, അല്ലാത്തവരുമുണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ദുനിയാവിലും ആഖിറത്തിലും കിട്ടുന്ന എല്ലാ ഖൈറാത്തുകളും അതൊക്കെ ഇന്നമാ തഹ്സുലു മിൻ റഹ്മത്തില്ലാഹ്, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് മാത്രമാണ് കരസ്ഥമാകുന്നത്. വഇഹ്സാനിഹി, അവൻ ചെയ്യുന്ന നന്മയാണ്. അതേപോലെ തന്നെ വഅ്തിറാഫിക്കും, നിങ്ങൾ അംഗീകരിക്കുന്നല്ലോ, നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ, ബി അന്ന ഹാദിഹിൽ ഔസാൻ, നിങ്ങൾ ഈ ആരാധിക്കുന്ന വിഗ്രഹങ്ങളില്ലേ, അതൊന്നും ലാ തൻഫഉ വലാ തദുറുൽ ബത്ത,
അതൊന്നും തന്നെ ഉപകാരമോ ഉപദ്രവമോ ഒട്ടും ചെയ്യുന്നതല്ല.